2019 ഓഗസ്റ്റ് 8 രാത്രിയിൽ മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം പിളർന്ന് താഴേക്ക് പതിച്ചു. 6 വർഷം മുൻപ് ഒരേ മട്ടിൽ റബ്ബർ മരങ്ങളായിരുന്ന മലഞ്ചെരിവായിരുന്നു കവളപ്പാറ. എന്നാൽ ഇന്ന് ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറുന്ന മണ്ണാണ്. 2019 ഓഗസ്റ്റ് 8 മുത്തപ്പൻ കുന്നിൽ നിന്ന് മരവും കല്ലും മണ്ണും ഒഴുകിയെത്തി തകർത്തത് കവളപ്പാറക്കാരുടെ ജീവിതമായിരുന്നു. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ കവളപ്പാറ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 6 വർഷം. 59 പേരുടെ ജീവനാണ് ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായത്. മലയുടെ മൂക്കുപോലെ നിന്ന ചെറിയ ഭാഗം തുടരെ പെയ്ത മഴയിൽ പൊട്ടിയൊലിച്ച് വീഴുകയായിരുന്നു. കവളപ്പാറ മുത്തപ്പൻ മലയിൽ ഉരുൾപൊട്ടിയപ്പോൾ 59 ജീവനും 42 വീടുകളും മുത്തപ്പൻ മലയിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന മണ്ണിനടിയിലായി. സർവ്വതും നശിപ്പിച്ചുള്ള ദുരന്തം പുറം ലോകം അറിയാൻ ആ രാത്രി കഴിയേണ്ടി വന്നു. മുത്തപ്പൻ കുന്നിന് താഴെയുണ്ടായിരുന്ന റോഡും തോടും എല്ലാം മണ്ണും മരങ്ങളും വന്നു നിറഞ്ഞു. മലയുടെ താഴ്വാരത്തിലൂടെ പോയിരുന്ന ചെറിയ നാട്ടുവഴിക്കപ്പുറം 10-20 ഏക്കറോളം പ്രദേശത്തേക്കാണ് മണ്ണും കല്ലും മരങ്ങളെല്ലാം വന്നു വീണത്. പ്രളയത്തിൽ ഇത്ര പേരുടെ ജീവൻ ഒന്നിച്ചെടുത്ത ദുരന്തം സംസ്ഥാനത്ത് ആദ്യമായിരുന്നു. പേടിച്ചരണ്ട രക്ഷാപ്രവർത്തനവുമായി ആ കറുത്ത രാത്രിയിൽ ഉറ്റവർക്ക് വേണ്ടി മണ്ണിലിറങ്ങിയിട്ട് നിരാശ മാത്രമാണ് പലർക്കും ലഭിച്ചത്. സേനയും ജീവൻ പണയം വെച്ച് ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരും 21 ദിവസം അക്ഷീണം പ്രവർത്തിച്ചിട്ടും ദുരന്തത്തിനിരയായ മുഴുവൻ ആളുകളുടെയും മൃതദേഹം തിരിച്ചു കിട്ടാനാവാത്ത വിധം മണ്ണിനടിയിലായിരുന്നു. ആ ഉരുളെടുപ്പിൽ പൊലിഞ്ഞ 59 പേരിൽ 48 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 11 പേർ ഇപ്പോഴും മുത്തപ്പൻ കുന്നിന് താഴെ അന്ത്യവിശ്രമത്തിലാണ്. ഈ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ രക്ഷാപ്രവർത്തകർ 20 ദിവസം കഠിന ശ്രമം നടത്തി. ഒടുവിൽ കണ്ടെത്താനാവാതെ അവരെ തനിച്ചാക്കി എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ വേഗത കുറഞ്ഞ പുനരധിവാസത്തിന് പിന്നീട് വേഗത കൂടിയെങ്കിലും പട്ടികവർഗ വിഭാഗത്തിലെ 32 കുടുംബങ്ങൾ ഇപ്പോഴും ദുരന്തത്തിന്റെ ഇരകളായി കഴിയുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും കവളപ്പാറയിലെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഈ നാട് ഇന്നും മോചനമായിട്ടില്ല.